പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 14 വാക്യം. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ചെയ്തു. എന്റെ എരിയ യഹോവയായ ദൈവം മോശയുടെ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത മറുപടിയാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന്. എന്റെ എരിയ മോശയുടെ പ്രാർത്ഥനയാണ് 33 അധ്യായം എന്റെ 12 തൊട്ടുള്ള വാക്യം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആര് എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ കാണിക്കണമേ. നീ എന്നോടുകൂടെ പോരുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ്. ഈ വലിയ ജനത്തെ കൂട്ടിക്കൊണ്ട് മോശ യാത്ര ചെയ്യുമ്പോൾ ആര് തന്നോടുകൂടെ പോരുമെന്ന് യഹോവയെ ദൈവം അറിയിച്ചിട്ടില്ലെങ്കിലും മോശയെ ദൈവം അടുത്തറിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് മോശ പറയുകയാണ്, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. പ്രൈസ് ദി ലോർഡ്. വിശ്രമത്തിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ് ദൈവിക സാന്നിധ്യമാണ്. നമ്മുടെ വിശ്രമവേളയിൽ മോശയും കൂട്ടരും ആമി കൂടാരം അടിച്ച് പാർക്കുന്ന സമയത്തും പാളയത്തിൽ പാർക്കുന്ന സമയത്തും അവർ യാത്ര പുറപ്പെടുന്ന സമയത്തും ഒക്കെ ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് കേട്ടോ. അപ്പം നമ്മുടെ വിശ്രമത്തിലും ജോലിയിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ നമ്മൾ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ആ വിശ്രമത്തിൽ ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തും പതറിപ്പോകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹപൂർവമായ സാന്നിധ്യം നിങ്ങളെ നിറയ്ക്കും. ദൈവസാന്നിധ്യം നിങ്ങൾ ഇരിക്കണം. അപ്പൊ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ നിറഞ്ഞു നിൽക്കും. ഹല്ലേലൂയ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, നിങ്ങൾ ദൈവം പാകം നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോഴേ സ്തുതി സ്തോത്രങ്ങളാൽ ആത്മാവിൽ നിറയപ്പെട്ട സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ വാഴ്ത്തുമ്പോൾ അപ്പോഴും ദൈവസാന്നിധ്യം നിങ്ങളുടെ മേലുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങളുടെ ഏകാന്തമായ സ്ഥലത്ത് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടാകും. എന്തിനേറെ നിങ്ങൾ കിടക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും, കിടക്കയിൽ നിന്ന് നിങ്ങൾ ദൈവത്തോട് അന്നത്തെ ദിവസം നിങ്ങൾ ദൈവം ചെയ്ത നന്മകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ നമ്മൾ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മൾ നിറഞ്ഞു കവിയുന്ന എത്രയോ അനുഭവങ്ങൾ ശുശ്രൂഷയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസലോ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്തജയം എന്നെ കേൾക്കുമ്പോൾ ഈ സാന്നിധ്യം എന്ന് പറയുന്ന വാക്ക് വളരെ ഹല്ലേലൂയ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരൻ യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പ്രാർത്ഥിക്കും പറയില്ല, നിങ്ങൾ യഥാസ്ഥാനപ്പെട്ടില്ല എന്നൊക്കെ. എന്താന്ന് ചോദിച്ചു യഥാസ്ഥാനത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. യഥാസ്ഥാനം മുൻപത്തെ പോലെ അല്ലെങ്കിൽ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് വേണ്ടുന്ന സ്ഥലത്ത് വേണ്ടുന്ന ഭാഗത്ത് അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ആ നമ്മുടെ ഉള്ളിലെ ജീവിത സാഹചര്യങ്ങളെ മാറ്റി ക്രമീകരിച്ചെടുത്ത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവവചനമാകുന്ന വിത്ത് വിതച്ച് ആ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് യഥാർത്ഥമായി വളരുന്നുവെന്ന് നമ്മൾ ഉറപ്പുവരുത്തുമ്പോൾ നമുക്കൊരു യഥാസ്ഥാനമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും അതില്ലാത്തവരാണ്. യഥാസ്ഥാനം പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, അങ്ങനെ ജീവിക്കാൻ അറിയത്തില്ല. പ്രൈസലോ എന്ന് പറഞ്ഞാൽ പലർക്കും ദൈവസാന്നിധ്യം പ്രസംഗിക്കാൻ അറിയാം. ഹല്ലേലൂയ. പക്ഷെ ആ ദൈവസാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഇല്ലെന്നുള്ളതാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട്, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സാന്നിധ്യം എത്ര വളരെ നല്ലതല്ലേ. ഭർത്താവിന് ഭാര്യയുടെ സാന്നിധ്യം രണ്ടുപേരും തിരിച്ചു പറഞ്ഞ ആ സാന്നിധ്യം അവരെ സ്നേഹനിർഭരമായി നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് നയിക്കും. മക്കൾക്ക് മാതാപിതാക്കളുടെ സാന്നിധ്യം, മാതാപിതാക്കൾക്ക് മക്കളുടെ സാന്നിധ്യം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഹല്ലേലൂയ. ബന്ധുക്കളും ആമി സഹോദരവർഗങ്ങളുടെ സാന്നിധ്യം, അയൽവാസികൾ തമ്മിലുള്ള സാന്നിധ്യം, സഭയ്ക്കകത്തെ സാന്നിധ്യം, ആമി സഹവിശ്വാസികൾ തമ്മിലുള്ള സാന്നിധ്യം. ഹല്ലേലൂയ. അതൊക്കെ നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നാലും അപ്പനമ്മമാരായാലും മക്കളും കൊച്ചുമക്കളും മരുമക്കളും ആയാലും അമ്മായിയമ്മയും മരുമക്കളും ആയിരുന്നാലും
സഭയിലായിരുന്നു ആ സാന്നിധ്യമൊക്കെ ഒരു കപട നാടകമാണ്. അല്ലേലിയ. ഇന്നത്തെ ഈ സാന്നിധ്യമൊക്കെ, ഭൂമിയിലെ സാന്നിധ്യമൊക്കെ ഒരു കപട നാടകമാണ്. അപ്പൊ ഇവിടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു സാന്നിധ്യം നമ്മൾ ഇവിടെ അനുഭവിക്കുകയും നമ്മളിവിടെ ആസ്വദിക്കുകയും നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുമ്പോൾ അത് താൽക്കാലികമായും പലതും അത് വിള്ളലും പൊട്ടലും ഉണ്ടായി ചിന്നിച്ചിതറി മാറുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആത്മ മണവാളനാണ്, നമ്മൾ അവന്റെ മണവാട്ടിയാണ്. മണവാളന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. പ്രൈസലോ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം മോശയോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുതേ. ഞങ്ങൾ പോകുന്ന വഴി ദുർഘടം നിറഞ്ഞതാണ്, കല്ലും മുള്ളുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ്, പ്രതിസന്ധികളുള്ളതാണ്. അതുകൊണ്ട് നീ ഞങ്ങളോടുകൂടെ പോരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയം കൂടാതെ യാത്ര ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ആ ദൈവസാന്നിധ്യമാണ് അവർ ചെങ്കടൽ കടന്നപ്പോൾ മുമ്പിൽ ഹല്ലേലൂയ പിമ്പിലുമായിട്ട് ദൈവത്തിന്റെ മേഘസ്തംഭം അവർക്ക് വെളിപ്പെട്ടത്. പ്രൈസലോ. ആ സാന്നിധ്യം മോശെ അനുഭവിച്ചു, ഇസ്രായേലും അനുഭവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിക്കുക. സഹോദര സഹോദരി സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? ഭൂമിയിലെ ആ സാന്നിധ്യങ്ങളെല്ലാം കപട നാടകക്കാരുടെ കാപട്യം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കുന്നത് പോലെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ ദൈവകൃപയിൽ നിറഞ്ഞു ചെയ്യുന്നതാണോ? അപ്പം ഭൂമിയിലെ സാന്നിധ്യമൊക്കെ ഒരു ഉദാഹരണമാണെങ്കിലും അതെല്ലാം ഛിന്നഭിന്നമായി തീരും. എന്നാൽ നമ്മുടെ യേശുവിന്റെ സാന്നിധ്യം ഒരിക്കലും മാറിപ്പോകത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ എത്ര ആയുസ്സുകൾ ജീവിക്കുന്നു, എത്ര നാളുകൾ ജീവിക്കുന്നു, അതുവരെ നമ്മൾ ദൈവസാന്നിധ്യം നിറയണം. ഇനി നമ്മളോട് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരം മാത്രമേ മടിയിലേക്ക് അടക്കുന്നുള്ളൂ. നമ്മുടെ ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് നിത്യത്തിലേക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മാവ് ദൈവസാന്നിധ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമുക്ക് ആ ദൈവസാന്നിധ്യം നല്ലത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവ്, ഈ കുടുംബത്തിനകത്ത് ഭിന്നഭിന്നമായ കലക്കങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യോജിപ്പാൻ കഴിയാതെ, അമ്മായിയമ്മമാരും യോജിപ്പാൻ കഴിയാതെ, കുടുംബത്തിനകത്ത് മദ്യ പിടിച്ച് സഹോദരന്മാർ ബഹളം ഉണ്ടാകുമ്പോൾ മക്കൾ തലമുറകൾ ലഹരികൾ കടിമകളായി തീരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നും പള്ളിയിൽ പോയി കുരിശു വരച്ചതുകൊണ്ടോ, എന്നും പെന്തക്കോസ്ത് പള്ളി വന്ന് സ്തോത്രം പറഞ്ഞത് കൊണ്ടോ, ഹല്ലേലൂയ, എന്നും അമ്പലത്തിൽ പോയത് കൊണ്ടോ, എന്നും മോസ്കിൽ പോയത് കൊണ്ടോ ഒന്നും ദൈവസാന്നിധ്യം കിട്ടണമെന്നില്ല. ദൈവസാന്നിധ്യം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. ഏത് മതമായിരുന്നാലും, ഭൂമിയിലെ ഏത് മതമായിരുന്നാലും ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന, മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായി മാറുന്ന നിലയിൽ ആ ദൈവസാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്താൻ കഴിയണം. ഹല്ലേലൂയ. നമ്മൾ ഒരുവിധം കപട നാടകക്കാരായി മാറരുത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എവിടെയാണ് സാന്നിധ്യം, ആരുടെയാണ് സാന്നിധ്യം അനുഭവിക്കുന്നത്? ഇന്നത്തെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞാൽ ഹല്ലേലൂയ വിഷം കലർന്ന സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ചെറിയ റീൽസൊക്കെ ചെയ്യാണ്ട് മെസ്സേജ് ആത്മീയമല്ല ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്താലും ബൈബിൾ സംബന്ധമല്ല ചെയ്യുന്നത്. അതൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഓരോരുത്തർ സാന്നിധ്യം അനുഭവിക്കുന്ന അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കാണാൻ കഴിയും. അതെല്ലാം താൽക്കാലികം കേട്ടോ. ഈ മറ്റു സാന്നിധ്യം അനുഭവിച്ചവരുടെ മറ്റു സാന്നിധ്യം എത്ര യുവാക്കന്മാർ, എത്ര കൗമാരക്കാരായി നമ്മുടെ പെൺകുട്ടികൾ വശീകരിക്കുന്ന ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെട്ടുകൊണ്ടെന്ന് പറയുമോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് പറയട്ടെ, വളർന്നു വരുന്ന തലമുറയോട് പറയട്ടെ, നീ മറ്റാരുടെയും സാന്നിധ്യം അനുഭവിപ്പാൻ വശീകരണത്തിൽ നീ വീട് പോകാതെ നമ്മുടെ മണവാളനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടതിന്റെ യാത്രമധ്യേ അവന്റെ സാന്നിധ്യത്തിൽ നിറയണം. മോശയോട് ദൈവം പറയുക, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. പ്രൈസലോ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസലോ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ യുവതിയുവാക്കന്മാർക്കും മുതിർന്നവർക്കും പ്രഭാതം എപ്പോഴാന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ പലരോട് എന്നിട്ട് രാവിലെ വിളിച്ചു, എന്റെ മാസം ഇപ്പോഴാണ് എഴുന്നേറ്റെന്ന് പറയും. ഇപ്പൊ ഞാൻ വിളിക്കുന്നത് 9 മണിക്ക് 10 മണിക്കൊക്കെ പലരും വിളിക്കുന്നത്. അപ്പൊ രാവിലെ ഇപ്പൊ എഴുന്നേറ്റോളന്ന്. അപ്പം പലർക്കും വെളുപ്പാങ്കാലത്ത് വെളുപ്പിന് എഴുന്നേറ്റ് ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല.
സങ്കീർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സങ്കീർത്തനത്തിനകത്ത് പല സ്ഥാനത്തും സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിട്ടുണ്ട് അവര് ദൈവസാന്നിധ്യം അനുഭവിച്ചതാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിന്റെ കേൾക്കുന്ന മാതാപിതാവ് ഈ പ്രഭാതത്തിൽ ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവസാന്നിധ്യം അനുഭവിക്കണം. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിട്ട് നിന്റെ ഭർത്താവിനെ ജോലിക്ക് അയക്കുമ്പോൾ, നീ ജോലിക്ക് പോകുമ്പോൾ, നിന്റെ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ, അവർ ദേശത്തായിരുന്നാലും വിദേശത്തായും ജോലിക്കായി കടന്നു പോകുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോൾ, നീ ഓടിക്കുന്ന വാഹനത്തിൽ നീ ഡ്രൈവ് ചെയ്യുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ, കഠിനമായ കട്ടിപ്പണികൾ ചെയ്യുമ്പോൾ, ചോര നീരാക്കി കല്ലിനോടും മണ്ണിനോടും പണിയെടുക്കും, പാടത്തും പറമ്പിലും കോറിയിലും പണിയെടുക്കുമ്പോൾ, ടിമ്പറിനും യൂണിങ്ങിനകത്ത് പണിയെടുക്കും, കനികളിൽ ജോലിയെടുക്കുമ്പോൾ, ആഴക്കടലിൽ ജോലിയെടുക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കണം. എല്ലാത്തിനേക്കാളുപരി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത, പരസ്പരം കളവ് ചെയ്യാത്ത സാന്നിധ്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സാന്നിധ്യം. ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർക്കെല്ലാം ചാറ്റിങ്ങാ. ഭാര്യയുടെ മൊബൈൽ ഭർത്താവിന് നോക്കാൻ പറ്റത്തില്ല, ഭർത്താവിന്റെ മൊബൈൽ ഭാര്യയ്ക്ക് വന്ന് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. എല്ലാം ലോക്ക്, ഫേസ്ബുക്കൊക്കെ ലോക്ക, വാട്സപ്പ് ലോക്ക, മെസ്സഞ്ചർ ലോക്ക, എല്ലാം ലോക്ക. വേറെ ആരും കാണരുത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വലിയ കൾച്ചറുകളുണ്ട്. ഫ്രൈസറോ അല്ലേരിയ ആ കച്ചറയൊക്കെ കാണാതിരിക്കുമ്പോൾ എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. നിന്റെ മൊബൈല് വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയിരുന്നാലും മെസ്സഞ്ചറായി നീ ലോക്ക് ചെയ്യാതെ ധൈര്യമായിട്ട് നിന്റെ മേശപ്പുറത്ത് വെക്കാൻ പറ്റുമോ? എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്ക് വരുന്ന ഫോൺ കോൾ നിന്റെ ഭർത്താവിന്റെ മക്കൾക്ക് എടുക്കാൻ പറ്റുമോ? എന്നെ കേൾക്കുന്ന സഹോദരൻ, നിനക്ക് വരുന്ന ഫോൺ നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് എടുക്കാൻ പറ്റുമോ? അപ്പനും അമ്മയ്ക്ക് എടുക്കാൻ പറ്റുമോ? നീ എന്തിനാണ് ഫോൺ വരുന്നത് എടുത്തുകൊണ്ട് ആരും കാണാതെ മുറിക്കകത്തേക്ക് ഓടുന്നത്, പെരയുടെ പുറകിലേക്ക് ഓടുന്നു, മുറ്റത്തേക്ക് ഓടുന്നു, ആരും കാണാതെ ഒളിഞ്ഞു നോക്കി രഹസ്യമായി ഇറങ്ങണ്ടി കാക്ക ഇറങ്ങിട്ട് നോക്കുന്ന പോലെ നീ മറ്റുള്ളവർ നോക്കിക്കൊണ്ട് നീ എന്തിനാണ് ഫോണിൽ സംസാരിക്കുന്നത്? ആരുടെ സാന്നിധ്യം നീ അനുഭവിക്കുന്നത്? അതാ കപട സാന്നിധ്യം. പക്ഷെ മോശി എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചു, ഈ ജനം നിന്റെ ജനമായി, ഈ വലിയ ജനത്തെ നടത്തുവാൻ, ഈ വലിയ ജനത്തെ കനാനിലേക്ക് കൊണ്ടുപോകുവാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല, എന്നോട് കൂടെ ആരും പോരുമെന്ന് നീ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നിന്റെ സാന്നിധ്യത്തിനോട് കൂടെ പോരണം. കർത്താവ് പറയുക, എന്റെ സാന്നിധ്യത്തിനോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? സഹോദര സഹോദരി, നിന്റെ ജോലി നിനക്ക് സ്വസ്ഥതയുണ്ടോ? നിന്റെ ബിസിനസ് നിനക്ക് സ്വസ്ഥതയുണ്ടോ? നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് സ്വസ്ഥതയുണ്ടോ? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയത്? ദൈവസാന്നിധ്യമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് 99.3%, 99.99 വെച്ചാലും ഹല്ലേലൂയ, അവിടെ എല്ലാം ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട് സാത്താന് സാന്നിധ്യമാണ്. വേർപെട്ട ദൈവമക്കൾ, പെന്തക്കോസ്ത് വരെ വേർപാട് പാലിക്കുന്ന ക്രൈസ്തവ സമൂഹം മൊത്തത്തിലെടുത്താൽ ദൈവസാന്നിധ്യം ഇല്ലെന്ന്. ഹല്ലേലൂയ. ക്രൈസ്തവ വിഭാഗത്തെ നോക്കി ഉള്ള കള്ളും വെള്ളവും എല്ലാം കഞ്ചാവും എല്ലാം അടിച്ച് കൂടിച്ച് വെളിവ് കെട്ട് ഭവനത്തിനകത്തും പലരും ഓടയിൽ വാള് വെച്ച് കിടക്കുക, റോഡിൽ വാള് വെച്ച് കിടക്കുക, തമ്മിലടിച്ചും കലകിച്ചും കുടുംബത്തിൽ കലഹമുണ്ടാക്കി ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ട് സാത്താന്റെ സാന്നിധ്യമാണ് പല കുടുംബങ്ങൾക്കകത്തും പല വ്യക്തികളിലും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശവരവീറ്റും ആസനമായിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൂരത്തും ചാലത്തും അടുത്തും അകലെയുമായി ദേശത്തും വിദേശത്തും ഒക്കെ ഇരുന്ന് വചനം കേൾക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ ഭൂമി നിനക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ് അല്പം മാത്രമാണ്. എത്ര കാലം നീ ഭൂമി ജീവിക്കുന്നു, എത്ര കാലം നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു. നീ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും നിനക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ട്, നിന്റെ ഭാവിയെ കുറിച്ച് ആർക്കും പ്രവചിക്കാൻ കഴിയാത്തത് കൊണ്ടും, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന ഒരു നിമിഷമാണെങ്കിലും അത് ദൈവ സാന്നിധ്യത്തിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് കേട്ടോ, നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്ന്. ഈ ദൈവസാന്നിധ്യം എനിക്ക് പലപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾക്ക് കടന്നുപോയ സാഹചര്യങ്ങൾ, പലപ്പോഴും ഒറ്റപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന, ചെയ്യാത്ത കുറ്റങ്ങളും പറയാത്ത കാര്യങ്ങളും കേൾക്കാത്ത കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും തൊടാത്ത കാര്യങ്ങളും കാര്യമൊട്ടാത്ത, ഞാൻ അറിയാത്ത, ഞാനുമായി ബന്ധമില്ലാത്ത അനവധി കാര്യങ്ങൾ പലരും പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞാൻ പ്രത്യേകിച്ച് ആരോടും ഇപ്പം മറുപടി പറയാറില്ല. എന്തുകൊണ്ടാണ്?
എന്തിനാ നമ്മൾ ഈ മറുപടി പറഞ്ഞ് നമ്മുടെ മേലൊരു അഭിഷേകം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ വായിക്ക് കടിഞ്ഞാണിടും. 39-ാം സങ്കീർത്തനം പോലെ ആമേൻ, ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കും, എൻ്റെ വായിക്ക് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ദാവീദ് പറഞ്ഞ പോലെ ഈ ലോകം ദുഷ്ടന്മാരുടെ കയ്യിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ദുഷ്ടന്റെ മുമ്പിൽ ഇതിന്റെ വായിക്ക് കടിഞ്ഞാണിട്ട് കാത്തോണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ദൈവസാന്നിധ്യം വിട്ട് പോകരുത്. ഹല്ലേലൂയ. ഈ ലോകം അധാർമ്മികത കൊണ്ട് നിറയപ്പെട്ട്, അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട്, പാപം നിറയപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം ഭൂമി സാത്താന്റെ കൈവശത്തിലാണ്. പിശാച് ഭൂമി അടക്കി വാഴുകയാണ്. സകല കുടുംബത്തെയും സാത്താൻ അടക്കി വാഴുകയാണ്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ അവസ്ഥ നരകത്തിന്റെ അവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വിളിക്കുമ്പോൾ അതിനകത്ത് ആരെങ്കിലും ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്റർ കുടുംബം നരകമാണെന്ന് പറയും. ആരെങ്കിലും പറയും. അത് ഞാൻ നിരന്തരം കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാനത് കേൾക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങളുടെ കുടുംബം നരകമല്ല, നിങ്ങളുടെ കുടുംബം സ്വർഗമാക്കണം. നിങ്ങളുടെ കുടുംബം നരകമാകാതെ സ്വർഗമാക്കണം. നരകത്തിൽ സാത്താനും അവന്റെ കിങ്കരന്മാരും അവന്റെ അനുയായികളും അവന്റെ സൈന്യമാണ് കിടക്കുന്നത്. ലൂസിഫറും അനുയായികളെ കിടക്കുന്നത്. സ്വർഗത്തിൽ ലൂസിഫറും അല്ലെങ്കിൽ അനുയായികളും അല്ല, സ്വർഗത്തിൽ നമ്മുടെ കർത്താവും ഹല്ലേലൂയ കോടാനുകൂടി ദൂതന്മാര്, കെരൂബുകളും സാറാഫുകളും വിശുദ്ധന്മാരും അടങ്ങിയ വലിയ സംഘമാണ്. അവിടെ സ്തുതി സ്തോത്രമാണ്, അവിടെ ദൈവ സാന്നിധ്യമാണ്. അതുകൊണ്ട് അതിന്റെ അല്ലെങ്കിൽ ഉദാഹരണമായി നമ്മുടെ ഭവനമൊക്കെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ അറിയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക് ദൈവത്തിന് വധമായും കർത്താവ് നിങ്ങളുടെ ഇടയനായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് നടക്കാൻ കഴിയും. നിങ്ങൾക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടക്കാൻ കർത്താവ് നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാന്നിധ്യം തരാൻ ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ ദാവീദ് തന്റെ അപ്പനായിരിക്കുന്ന ഇശായിയുടെ ആടുകളുമായി മരുഭൂമിയിൽ വനാന്തരങ്ങളിലൂടെയൊക്കെ ആട് മേയിച്ച് പോകുമ്പോൾ തനിക്ക് മിണ്ടുവാനും പറയുവാനും സംസാരിക്കുവാനും ഒക്കെ ആരുമില്ലെങ്കിലും ആടുകളാണ് തന്റെ ഉറ്റ ഉടയവരും കൂട്ടുകാരും സുഹൃത്തുക്കളും ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ വനാന്തരത്തിൽ ആടുകൾ മേയിക്കുന്ന ദാവീദിന് അല്ലെങ്കിൽ മറ്റ് ചങ്കായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അപ്പന്റെ കൂടെ ജോലി ചെയ്ത് ആരെങ്കിലുമൊക്കെ ദാസന്മാരെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ അവൻ എന്റെ ചങ്ക, അവളെന്റെ ചങ്ക എന്നൊക്കെ പറയത്തില്ലേ. പക്ഷെ വനാന്തരത്തിൽ ദാവീദിന് ചങ്കായിട്ടും കയറായിട്ടും ആരുമില്ലായിരുന്നു. ആടുകളെ മേയിച്ചുകൊണ്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ആടുകളെ കൊണ്ട് നടക്കുമ്പോൾ സിംഹവും കരടിയും ആടിനെ ഇരയാക്കാൻ വന്നപ്പോൾ ദാവീദിന് ചങ്കായിട്ട് നിൽക്കുവാൻ ആരുമില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പം വന്ന സിംഹത്തെയും കരടിയും അടിച്ചു കൊല്ലുവാനും അതിലെ ആടിനെ രക്ഷിക്കുവാനും ദാവീദിനോട് കൂടി ഉണ്ടായിരുന്ന സാന്നിധ്യം യഹോവയായ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ്, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകിയില്ല, പച്ചയായ പുൽപ്പുറത്ത് അവനെന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും ദാവീദ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഈ ഭക്തനൊക്കെ ദൈവസാന്നിധ്യം അനുഭവിച്ചവരാ കേട്ടോ. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം നിറയപ്പെട്ട സഹോദരൻ, നീ കിട്ടുന്ന പൈസ, നീ അധ്വാനിക്കുന്ന പൈസ കള്ളു കുടിച്ചിവിടുത്തെ ബീവറേജുകാരന് നീ കൊടുക്കാതെ നീ നിന്റെ കുടുംബത്തിൽ പോകണം. ഞാൻ നിങ്ങളോട് നിങ്ങൾ രാപകലില്ലാതെ പണിയെടുത്ത് ചോര വിയർപ്പാക്കി കിട്ടുന്ന പൈസ ഇത് നിങ്ങൾക്ക് ഒരുപക്ഷെ 1000 രൂപ അല്ലെ 1200 രൂപ കിട്ടിയേക്കാം, അല്ലെ 1500 രൂപ കിട്ടിയേക്കാം. അതുകൊണ്ട് നീ കടയിൽ വന്ന് ബാറിൽ വന്ന് അല്ലെങ്കിൽ ബീവറേജ് കള്ളും കുടിച്ച് 1 കിലോ പച്ചമീൻ മേടിച്ചാൽ തീർന്നു. ഇന്നത്തെ കാലത്ത് 1 കിലോ പച്ചമീന്റെ വില എന്താ? മത്തിയുടെ വില 300 രൂപയാ. 1 കിലോ മത്തിയുടെ വില 300 രൂപയാ. ആ 300 രൂപ ഇന്നത്തെ കാലത്ത് ഒരു കടയിൽ പോയി ജോലി ചെയ്ത സഹോദരിക്ക് മാസം കിട്ടുന്ന 10,000 രൂപയാ. മിക്കവാറും സഹോദരിമാർക്ക് മാസം കിട്ടുന്ന 10,000 രൂപയാണ്. ആ 10,000 രൂപ കിട്ടുന്ന സഹോദരി ഒരു ദിവസം എത്ര രൂപ കിട്ടും? ഒരു ദിവസം 300 രൂപ മിച്ചവാ കിട്ടുന്നത്. അപ്പം വരുന്ന വഴിക്ക് 1 കിലോ മീൻ മേടിച്ചാൽ അന്നത്തെ കിട്ടിയ ശമ്പളം ഇല്ല. അത്രമാത്രം ഹല്ലേലൂയ. അങ്ങനെയാ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിന്നെ അധ്വാനിക്കുന്ന പൈസ ഉണ്ടെന്ന് ബീവറേജുകാർക്കും ബാറുകാർക്കും ഇവിടുത്തെ അനധികൃതമായി പൈസ പിടിച്ച് വാങ്ങുന്നത് കൊടുത്തിട്ട് അവരവരുടെ പൈസ, നീ കൊടുക്കുന്ന പൈസ കൊണ്ട് നീ മാറിക്കൊടുക്കുന്ന കള്ളുഷാപ്പിൽ കൊടുക്കുന്ന പൈസ അവരുടെ മക്കളെ പഠിപ്പിച്ച് എഞ്ചിനീയർമാരാക്കി മാറ്റി, ഡോക്ടർമാരാക്കി മാറ്റി, MBA-കാരാക്കി മാറ്റി, BBA-കാരാക്കി മാറ്റി, MSc-കാരും MA-കാരും അല്ലെങ്കിൽ ഒക്കെയാക്കി മാറ്റി അവരെ ദേശത്തും വിദേശത്തും ഒക്കെ അയക്കും. നിന്റെ മക്കൾ എന്ത് ചെയ്യും? നിന്റെ മക്കൾ പഠിക്കാൻ കഴിയാതെ, പഠിക്കാൻ മാർഗമില്ലാതെ, പുസ്തകമില്ലാതെ, ബുക്കില്ലാതെ, യൂണിഫോം ഇല്ലാതെ, ഫീസ് അടയ്ക്കാൻ മാർഗമില്ലാതെ, ട്യൂഷൻ പൈസ കൊടുക്കാൻ മാർഗമില്ലാതെ, കുട്ടികളെ രാവിലെ സ്കൂളിലേക്ക് വണ്ടിക്കൂലിക്കും വണ്ടി പൈസ കൊടുക്കാനില്ലാതെ നിന്റെ മക്കൾ ഇങ്ങനെ ഭവനത്തിനകത്ത് അലഞ്ഞിരിക്കുക.
നീ നീ അധ്വാനിച്ച പൈസ മറ്റവര് കൊണ്ട് കൊടുത്തു. അവന്റെ മക്കള് നല്ല കാറിലും ബൈക്കിലും ബുള്ളറ്റിലും പോകുമ്പോ നിന്റെ മക്കള് അവൻ വണ്ടിക്കൂലി ഇല്ലാതെ, ഒരു കൊടയില്ലെന്ന് അല്ലേരിക, ഒരു ബാഗില്ല, ഒരു വെള്ളക്കുപ്പിയില്ല. ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ലോകത്തിന്റെ സാന്നിധ്യമല്ല നമുക്ക് വേണ്ടി ദൈവ സാന്നിധ്യം. മോശ പറയുകയാണ്, ഈ ജനത്തെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പുറപ്പെടണമെങ്കിൽ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. അല്ലേ കർത്താവ് പറഞ്ഞു, എന്റെ സാന്നിധ്യത്തിനോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അതെ, ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയായ പുൽപ്പുറങ്ങളിലും എന്നെ കിടത്തുന്നു. ഈ സ്വസ്ഥതയുള്ള വെള്ളം എന്ന് കർത്താവ് നൽകുന്നത് നമ്മുടെ വിശ്രമത്തെ ആകട്ടെ. സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ വിശ്രമത്തെ കാണിക്കുക. കലങ്ങി മറിഞ്ഞ വെള്ളം ആടുകൾക്ക് ഇഷ്ടമേ അല്ല. കലങ്ങി മറിഞ്ഞു കുത്തിയൊഴുകി വരുന്ന മലവെള്ള പാച്ചിൽ, ചേറും ചെളിയും കല്ലും മണ്ണും മരവും എല്ലാം കൂടെ കടപുഴകി ആമയും ഉരുണ്ട് മറിഞ്ഞു. ആമയും അവിടെ ഇവിടെ ഇടിച്ച് ആ വരുന്ന കലങ്ങി മറിഞ്ഞ വെള്ളം ആടുകൾക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ആടുകൾ അങ്ങോട്ട് പോകത്തേയില്ല, ആടുകൾ കുടിക്കത്തേയില്ല. അപ്പൊ ആടുകൾക്ക് ഇഷ്ടമില്ല. കർത്താവ് നിങ്ങൾക്ക് വിശ്രമം നൽകുവാനാണ് നല്ല ഇടയനായി നമുക്ക് മുമ്പേ പോകുന്നത്. അതുകൊണ്ടാണ് നല്ല ഇടയനായ കർത്താവ് നമുക്ക് മുമ്പേ പോയി സ്വസ്ഥതയുള്ള വെള്ളം. ആടുകൾ വെള്ളം കുടിക്കാൻ നല്ല സ്വസ്ഥത വേണം, അല്ലെങ്കിൽ അതുകൊണ്ട് ആ സ്വസ്ഥത അനുഭവിക്കാൻ, ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് കഴിയണം കേട്ടോ. അപ്പം വിശ്രമം നൽകുവാനായി കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവദൂതന്മാരും കൂടെയുണ്ട്, കെരൂബുകളും സാറാബുകളും കൂടെയുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കർത്താവുണ്ട്. ആ കെരൂബുകളും സാറാബുകളും ദൈവദൂതന്മാരും നിങ്ങളോട് കൂടെയുണ്ട്. അവന്റെ ശക്തമായ പരാക്രമം നിങ്ങൾക്ക് മുമ്പേ പോകുന്നു. മാത്രമല്ല, മേഘസ്തംഭങ്ങളും അഗ്നിസ്തംഭങ്ങളും നിങ്ങൾക്ക് മുമ്പേ പോകും. രാജാതി രാജാവും കർത്താവായവർ നിങ്ങൾക്ക് മുമ്പേ പോയി സ്വസ്ഥത തരും. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ? സാറാഫുകളും കെരൂബുകളും ദൈവദൂതന്മാരും കർത്താവും നമ്മോട് കൂടെയുണ്ട്. മേഘസ്തംഭവും അഗ്നിസ്തംഭവും നമ്മോട് കൂടെയുണ്ട്. രാജാവും കർത്താവുമായവൻ നമുക്ക് മുമ്പേ നമുക്ക് വീട് സ്വസ്ഥത തരും. നിന്റെ യാത്ര മധ്യത അനുഭവിപ്പം കഴിയുന്നുണ്ടോ സഹോദരാവേ? ഈ പ്രഭാതത്തിൽ നീ ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ കണ്ണുനീരോടെ കഴിയുന്ന പ്രഭാതത്തിൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഒരു ഭാരപ്പെടുന്ന എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഞാൻ പറയട്ടെ, ഞാൻ ഒരുപാട് അതിന്റെ അന്ധകാരത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നയാളാ. ഇരുളിൽ വിശ്വാസത്തിലേക്ക് വന്നതാ. സ്വസ്ഥതയില്ലാതെ, സാന്നിധ്യമെന്താണെന്ന് അറിയാൻ കഴിയാതെ പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടന്നവനായിരുന്നു. ലോകം പറഞ്ഞവന് ഭ്രാന്താണ്, അവന് കിറുക്കാണെന്ന് പറഞ്ഞു. അല്ലുരിയ, ലോകം പറഞ്ഞവൻ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആൾക്കാർ തള്ളി വിടക്ക് നെണ്ണിയപ്പോൾ എന്നെ തള്ളിക്കളയാതെ, മകനെ, എന്റെ സാന്നിധ്യത്തിനോട് കൂടെ പോയി ഞാൻ നിനക്ക് സ്വസ്ഥത വിശ്രാമം നൽകുമെന്ന് പറഞ്ഞു യേശുവാണ് ഇന്ന് എന്നെ കൊണ്ട് ദൈവവചനം പ്രസംഗിക്കുവാൻ എന്നെ യോഗ്യനാക്കിയത്. അതുകൊണ്ട് ഞാൻ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത്. അത് നിങ്ങൾ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കണം കേട്ടോ. നിന്റെ കുടുംബത്തിനകത്ത് കലഹമുണ്ടാകരുത്, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം ഉണ്ടാകരുത്. നിന്റെ കുടുംബം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടതാണ്. നിന്റെ കുടുംബം സ്വർഗമായിരിക്കണം. അല്ലേലൂയ. പിശാച് നിന്റെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറരുത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, ഇന്ത്യ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അതിർത്തി, ഇന്ത്യ നേപ്പാൾ, ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി, ഇന്ത്യ അലുയ സ്തോത്രം, അങ്ങനെ നമ്മുടെ അതിർത്തികളൊക്കെ ഉണ്ടല്ലോ. അതിർത്തികളിൽ ഇങ്ങനെ തീവ്രവാദികളും ഭീകരവാദികളും നിൽക്കുക. നമ്മുടെ പട്ടാളത്തിന്റെ കണ്ണൊന്ന് നടഞ്ഞാൽ ഇത് ഇവന്മാർ നുഴഞ്ഞു നമ്മുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്ന നിമിഷം, അപ്പോൾ സാത്താനും അവന്റെ സൈന്യവും നിന്റെ ജീവിതത്തേക്ക് നുഴഞ്ഞു കയറും. അവൻ നിന്റെ കുടുംബത്തേക്ക് നുഴഞ്ഞു കയറും. അവൻ കയറിയാൽ നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കണം. നിനക്കുണ്ടാകുന്ന എന്നെ കേൾക്കുന്ന സഹോദര, നീ കുടുംബസ്ഥനാണെങ്കിൽ, നീ കുടുംബസ്ഥനാകാൻ പോകുന്ന യുവതി യുവാത്മാനോട് പറയട്ടെ, നിങ്ങൾ കുടുംബജീവിതം ആരംഭിച്ച് ദൈവം നിങ്ങൾക്ക് തലമുറയെ തരുമ്പോൾ നീയും നിന്റെ മക്കളും നീയും നിന്റെ അപ്പനും അമ്മയും എല്ലാം കൂടെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അതുകൊണ്ട് മോശ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവ സാന്നിധ്യം നല്ലത് കേട്ടോ. അപ്പൊ ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് മുമ്പിൽ പോകുമ്പോൾ യാതൊരുവിധ ഫറവോനും ഫെരിസ്യ ശക്തികളും അല്ലിയ അമോര്യ ശക്തികളും നിങ്ങൾക്കെതിരെ വരത്തില്ല. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഫറവോനി ശക്തികളും ഫെരിസ്യന്റെ ശക്തികളും അമോര്യ മോവാബി ശക്തിയൊന്നും നിനക്കെതിരെ വരത്തില്ലെന്ന്
ദൈവസാന്നിധ്യത്തിന്റെ അരികിലേക്ക് പിശാചിന് അടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസാന്നിധ്യത്തിൽ നടക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, കർത്താവ് നിങ്ങൾക്ക് വഴി തുറന്നു വരും. അല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഇസ്രായേലിന് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ആ ദൈവസാന്നിധ്യം മോശെ അനുഭവിച്ചത് കൊണ്ട്, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ഇസ്രായേൽ ചെങ്കടൽക്കരയിൽ വന്നപ്പോൾ പുറകോട്ട് നോക്കിയപ്പോൾ 600ഓളം ഇരുമ്പുരഥങ്ങൾ കുതിരക്കുളമ്പടി നാദത്തോടെ, ഇരുമ്പുരഥങ്ങളുടെ വലിയ ഒച്ചയോടെ, ആരവാരത്തോടെ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവർ നിലവിളിച്ചു മോശയോട്, മോശേ, നീ ഞങ്ങളെ എന്തിനാണ് മിസ്രയീമിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനോ, ചെങ്കടൽക്കര കൊണ്ട് കൊല്ലാനോ? ഹല്ലേലൂയ. അവിടെ എന്താണ് സംഭവിച്ചത്? ദൈവസാന്നിധ്യം ഒലിക്കുന്ന മോശ ആമേൻ ദൈവത്തോട് മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു വടിയുണ്ടല്ലോ, അതെടുത്ത് നീ ചെങ്കടലിൽ നീട്ട്, എന്റെ സാന്നിധ്യം നീ തിരിച്ചറിയും. മോശ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ചെങ്കടൽ രണ്ടായി തിരിഞ്ഞു. ഇസ്രായേൽ മക്കളും ദൈവ സാന്നിധ്യം ചെങ്കടലിൽ കൂടെ ഉണങ്ങിയ നിലത്തെന്ന് പറഞ്ഞ പോലെ ഉണങ്ങിയ നിലത്തുകൂടെ ചെങ്കടൽ കടന്നു. ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മോശ തന്റെ കയ്യിലെ വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടിയപ്പോൾ ചെങ്കടൽ പഴയതുപോലെ ഫറവോനും സൈന്യം ചെങ്കടലിൽ അടിത്തട്ടിൽ മുങ്ങിപ്പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ച മോശയ്ക്കറിയാം ആ ദൈവ സാന്നിധ്യം എന്താണെന്ന്. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ഈ ലോക ജീവിത യാത്രയില് ഫറവോന് ശക്തികളോ, ചെങ്കടലോ, യോർദാനോ, എരിഹോ പോലെയുള്ള വലിയ മതിൽക്കെട്ടുകളോ, ഹല്ലേലൂയ, നിനക്ക് മുമ്പിൽ തടസ്സമായി നിന്നാലും, ഹല്ലേലൂയ, ദൈവസാന്നിധ്യത്തിന്റെ മുമ്പിലുണ്ടെങ്കിൽ ഏത് മതിലും വീടും കേട്ടോ, ഏത് ചെങ്കടലും യോർദാനും മാറിത്തരും. രക്തം ചെയ്യും അനുഭവിക്കാൻ കഴിയണം. ശത്രുവിന്റെ വലിയ പോരുകളാ, ശത്രുവിന്റെ വലിയ തന്ത്രങ്ങളാ, നിനക്കെതിരെ 1000 ശത്രുക്കളുണ്ടായിരിക്കും. പക്ഷെ ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ അത് മാറും. നിങ്ങൾ ആവർത്തന പുസ്തകം 28:7 തോന്നുന്നു വായിച്ചു നോക്കണം കേട്ടോ. അതിന്റെ ഞാൻ വാക്യം പറഞ്ഞത് വായില്ല, ഞാൻ എടുക്കാൻ സമയമില്ല. അവിടെ ഒരു വഴിയായി ശത്രു ഒരു വഴിയായി വരും. അവർ നിനക്ക് നേരെ ഒരു വഴിയായി വന്നിട്ട് പിന്നെ എങ്ങനെ പോകുക? 7 വഴിയായി ഓടിപ്പോകുന്ന. അതെ, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന മുമ്പിൽ പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന മുമ്പിൽ പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. എന്നോട് ചിലർക്ക് പറഞ്ഞു, സുവിശേഷ വേല ചെയ്യാണ്ടൊക്കെ വന്നപ്പോഴേ, നിനക്കെട്ട് ഞാൻ ഒരു പണി വെച്ചിട്ട് നിനക്കെട്ട് പണി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ എനിക്ക് കൂടോത്രം ചെയ്തെന്ന് ഒരാൾ പറഞ്ഞു കേട്ടോ. കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞതാണ്. ഞാൻ കേട്ടവരെ കണ്ടിട്ടൊന്നും എനിക്കതിന്റെ വിശ്വാസമില്ല. കൂടോത്രവും മാത്രവാദം സൂത്രവും എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ എന്നെ വില കൽപ്പിക്കാറില്ല. ചപ്പം വെച്ച് അവർ തള്ളിക്കളഞ്ഞത. അപ്പോൾ ഒരാൾ നിങ്ങൾക്കൊരു വലിയ കൂടോത്രം, ഞാൻ ചെയ്തത് അവന്റെ വീട്ടിലേക്ക് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തത് അവന്റെ വീട്ടിലേക്ക് തന്നെ ചെയ്യും, മടങ്ങി ചെയ്യും എന്ന് പറഞ്ഞ ഈ കൂടോത്രം മാത്രവാദം ശുദ്രം ചെയ്യുന്നവന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. കാരണം കർത്താവിന്റെ വചനം പറയുന്ന സംഖ്യാപുസ്തകം 23:21 ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷവിഗ്രഹമായി ഫലിക്കുകയില്ലെന്നാ. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ കൂടോത്രം ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ പണ്ടത്തെ ഈ ടെലഫോൺ കളി, ഞാൻ ഒരു മെസ്സേജ് കേട്ടതാണ് കേട്ടോ, ഒരു പുസ്തകത്തെ വായിക്കുകയും ചെയ്തു. പണ്ടത്തെ ടെലഫോൺ ഇങ്ങനെ കറക്കി വിടുന്നതാ. ഇവിടുന്ന് 0 കറക്കി ഇപ്പുറത്ത് 9 വരും, വീണ്ടും 0 കറക്കി വരും. ഇത് കാവാനും അന്വേഷണ ബസ്സിലെ കേട്ടെന്നാകുന്നത്. അപ്പൊ ഈ 0 പോയത് തിരിച്ചിവിടെ തന്നെ വരും, വീണ്ടും അവൻ കറക്കി തിരിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടോത്രം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ മെസ്സേജ് കേട്ടപ്പോൾ എന്നെയും വളരെ ചിന്തിപ്പിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇവൻ എന്ത് ചെയ്താലും ഇവൻ എവിടെ തുടങ്ങി അങ്ങോട്ട് തന്നെ തിരിച്ചിരുന്നു. ഹല്ലേലൂയ. എനിക്ക് ആ ദൈവദാസൻ മെസ്സേജ് ഞാൻ കേട്ടെന്നാണ് തോന്നുന്നത്. ഹല്ലേലൂയ. അതേപോലെ നമ്മൾ ഇതിനൊന്നും ഭയപ്പെടരുത്. ലോകത്തെ ഭയപ്പെടാനല്ല ദൈവം നമ്മെ വിളിച്ചത്, സാത്താനെ ഭയപ്പെടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾ ദൈവസാന്നിധ്യം അനുഭവിക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ മോശ ദൈവസാന്നിധ്യം അനുഭവിച്ചപ്പോൾ ചെങ്കടൽ വഴി തുറന്നു. സ്തോത്രം പാഞ്ഞൊഴുകി വന്ന യോർദാനിൽ ചിറ പോലെ നിന്ന് മതിയ ഇരുമ്പോടാമ്പലുകൾ താമ്രക്കഥകളുള്ള എത്ര വലിയ എരിഹോ മതിലായിരുന്നാലും തകർന്ന് വീഴുക തന്നെ ചെയ്യും. എന്താണ്? ദൈവസാന്നിധ്യം അനുഭവിക്കണം. വലിയ അതുകൊണ്ട് ദൈവിക സാന്നിധ്യം കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതിയാണ് ദൈവസാന്നിധ്യം നമ്മുടെ മധ്യേ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് 22-ാം സംഗീതത്തിന് 3-ാം വാക്യം വായിക്കുകയും കാണുന്നുണ്ട്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ പരിശുദ്ധനാണ്. അവനെ നാം സ്തുതിക്കുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ, പാടി ആരാധിക്കുമ്പോൾ ആ ദൈവസാന്നിധ്യം നമ്മുടെ മേൽ വരും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്കെതിരെ ഒരുങ്ങുന്ന ഒരു ശത്രുവിന്റെ തന്ത്രങ്ങളും നിനക്കെതിരെ വരികയില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ശീലാസിനെയും നോക്ക്. അവരെ ക്രൂരമായി കോൽ കൊണ്ട് അടിപ്പിച്ച ശേഷം തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി
എന്നാൽ അവരുടെ ഹൃദയമോ ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരുന്നു. അവർ ദൈവ സാന്നിധ്യത്താൽ ആശ്വാസം പ്രാപിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16:23-24 താഴോട്ട് വായിച്ചാൽ കാണാൻ കഴിയും. അവർ ഒരുപാട് അടിച്ചു. എന്നിട്ട് കാരാഗ്രഹത്തിലിട്ട് കൊണ്ടുവന്നു, കാലാമത്തിലിട്ട് പൂട്ടി. പക്ഷെ അവരുടെ കാലും കയ്യും ഒക്കെയുള്ള ആമത്തില്ല. അവര് ദൈവ സാന്നിധ്യത്തിലാ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്. അർദ്ധരാത്രി ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നവരുടെ ചങ്ങലകൾ അഴിഞ്ഞുകൂടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഏരിയ രക്തം ചെയ്യാം ദൈവ സാന്നിധ്യം അനുഭവിക്കണം. അല്ലേറിയ പത്രോസിനെ ചങ്ങലയാൽ ബന്ധിച്ച് കള്ളൻ തടവുകാരനായി ആമെ കാവൽക്കാർ മുമ്പിൽ കടത്തിരിക്കുക. പത്രോസ് സമാധാനത്തോടെ കിടന്നുറങ്ങുകയാണ്. അപ്പോസ്തലർ 12 അല്ലേറിയ പത്രോസ് കിടന്ന സമാധാനം ഉറങ്ങുക. രാത്രി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ തട്ടി വിലാപ്പുറത്തിട്ട് എഴുന്നേൽപ്പിച്ചു. ആമെ അരമുറുക്കി ചെരുപ്പിട്ട് എന്റെ കൂടെ വരാൻ പറഞ്ഞു. അല്ലേറിയ അങ്ങനെ പത്രോസ് സ്വപ്നം കാണുന്ന പോലെ എഴുന്നേറ്റ് ദൂതന്റെ കൂടെ പോയി. 1-ാം കാവലും 2-ാം കാവലും പുറത്തിരുപ്പോവാതെ കടന്നു ദൂതൻ പോയി. അപ്പോഴാണ് പത്രോസ് മനസ്സിലായത് ഇതൊരു ദർശനമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചതാ. കാരാഗ്രഹം സ്വതമായി തുറന്നു. ആമി പത്രോസ് ദൂതന്റെ കൂടെ പോയി. കാലടിയ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ വീട്ടിൽ ചെന്നു. രോധ എന്ന് പറയുന്ന പ്രവാചകൻ ആമി പത്രോസ് ശബ്ദം തിരിച്ചറിഞ്ഞു. അല്ലേലിയ. അത് നമ്മൾ ദൈവ സാന്നിധ്യം അറിയണം. ദൈവ സാന്നിധ്യം അറിയിച്ചാൽ നിന്റെ കാരാഗ്രഹത്തിൽ അടച്ചാലും അവിടെ നീ പുറത്തു വരും. പ്രൈസലോട്. അല്ലേലിയ. അങ്ങനെയൊക്കെ അനുഭവമുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചില അനുഭവങ്ങളൊക്കെ എനിക്ക് കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ കാല ജീവിതമൊക്കെ ഒരുപാട് പ്രസര സങ്കീർണമായ അനുഭവമായിരുന്നു. അതുകൊണ്ട് മകൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ, അതിന് നീ സൗകര്യം ഒരുക്കി കൊടുത്താൽ, നിന്റെ കുടുംബത്തിന് ക്രമീകരിച്ചു കൊടുത്താൽ, നിന്റെ കുടുംബത്തിൽ ജനിക്കുന്ന ദുഷ്ടശക്തികളെ, ഗോപുരങ്ങളെ, പാതാള ശക്തികളെ, വാഴ്ചകളും അധികാരങ്ങളും, ഈ അന്ധകാരത്തിൽ ലോകാധിപതി സ്വർലോകത്തിൽ ദുഷ്ടാസേന പൈശാചിക ശക്തികളും നിന്റെ കുടുംബത്തിന് വിട്ടുമാറും. നിന്റെ കുടുംബത്തെ തകർക്കുന്ന പിശാചിനൊക്കെ നീ വിടുതല പ്രാപിക്കണം. ഹല്ലേലൂയ. അതേ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിനും വിശ്രമം നൽകുവാൻ ആഗ്രഹിക്കുന്നു. സൗഖ്യ സമാധാന സന്തോഷം കൽപ്പിച്ച് തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ തളർന്ന അവസ്ഥയാണോ? നിന്റെ കുടുംബത്തിൽ കുഴപ്പങ്ങളാണോ? പ്രശ്നങ്ങളാണോ? ജീവിതം തകർന്ന് തരിപ്പിടമായി നീ സമാധാനമില്ലാതെ കഴിയുന്നവനാണോ? കഴിയുന്നവളാണോ? നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമ്പോൾ കർത്താവ് നിന്റെ സാന്നിധ്യത്തോടുകൂടെ പോരണം. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോകും. ഞങ്ങളുടെ കുടുംബത്തിന് സാന്നിധ്യം ഉണ്ടാകണം. അതെ, ഇന്ന് പകരം അങ്ങനെ എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ കർത്താവ് മോശയോട് പറഞ്ഞോട് എന്റെ സാന്നിധ്യത്തിനോട് കൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുന്നു പറഞ്ഞ പോലെ നിനക്ക് അനുഗ്രഹമായി മാറി. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധങ്ങളുടെ നല്ല ദൈവൈശ്വർഗ്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സംഗതി വളരെ കേട്ടു. കേരളത്തിൽ 800 കോടി ജനതലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത യേശുവിന്റെ മാലികമായി യുവരത്തിന് വാർത്തയാചോഹന ചോട്ടൻ യുവ തലമുറയിലയക്കുന്ന ജാതിമത വർഗ വർണ്ണ വ്യത്യാസം മുന്നോട്ട് കൊട്ടാരത്തിൽ വരെ പറക്കുന്ന എല്ലാ ജനതയും, എല്ലാ രാഷ്ട്രീയ മതനേക്കന്മാരെ, എല്ലാ സാമൂഹിക മീഡിയ സയൻസ് എഞ്ചിനീയർമാരുടെ എല്ലാ മേഖലയിലുള്ള സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഗോത്രഭാഗങ്ങളെ ഓർക്കുന്നു. കർത്താവ് എല്ലാവരും ദൈവ സാന്നിധ്യം അറിയുവാൻ തിരിച്ചറിവേണ്ട കടമേ. എല്ലാ കുടുംബങ്ങളും ദൈവ സാന്നിധ്യം അത് ജനത്തിന് മേൽ വെളിപ്പെടുന്ന സകല മുഖത്ത് കൊടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.